ഹായ് സുഹൃത്തുക്കളെ, ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് നേരെ മണ്ണൂത്തി ബൈപ്പാസ്, എറണാകുളം എടപ്പള്ളി ബൈപ്പാസ് വഴി ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരം വഴി കോവളത്തേക്കാണ് ഇന്ന് യാത്ര ചെയ്യുന്നത്. സ്റ്റേ മിക്കതും കോവളത്ത് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വഴി നീളുന്ന ഭയങ്കര മഴയാണ്. എൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ, ഫ്ലാഗ് ഓഫിൻ്റെ തന്നെ ഇന്ന് ഭയങ്കര മഴയാണ്. അതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. യാത്ര തുടങ്ങുമ്പോൾ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങണമെന്നൊന്നും ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ഷൂട്ടിംഗ് നടത്തിയിട്ടുമില്ല. എന്നാലും എൻ്റെ അനുഭവം വെച്ച് ചെറിയ രീതിയിൽ ചെയ്യുന്നു. എൻ്റെ യാത്ര ഞാൻ ബുള്ളറ്റ് ആദ്യമായാണ് ഈ വണ്ടി മേടിച്ചപ്പോൾ ഓടിച്ചപ്പോൾ, ബുള്ളറ്റ് തന്നെ ആദ്യമായിട്ടാണ് ഓടിച്ചപ്പോൾ. എൻ്റെ കയ്യിലുള്ള വണ്ടി ആക്റ്റീവാണ്. അതുകൊണ്ട് മെറ്റിയോർ 500 കിലോമീറ്റർ ഇവിടെ ലോക്കലിൽ ഓടിച്ച് പ്രാക്ടീസ് ചെയ്ത് ഫസ്റ്റ് സർവീസ് തൃശ്ശൂർ നടത്തിയാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു റൈഡും പോയിട്ടില്ല. എന്നാൽ ഓൾ ഇന്ത്യ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് സാധ്യമാക്കിയാണ് യാത്ര ആരംഭിക്കുന്നത്. ഒത്തിരി യാത്ര ചെയ്ത കുമാരുടെയും മറ്റും യാത്ര കണ്ടും നല്ലപോലെ ഹോംവർക്ക് ചെയ്തുമാണ് ഞാൻ സ്വന്തമായി റൂട്ട് ഉണ്ടാക്കിയത് യാത്ര ആരംഭിച്ചത്. തിരുവനന്തപുരം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ കോവളത്തേക്ക് മാറ്റി അവിടെ റൂമെടുത്തു. ആദ്യമായി ഇത്രയും ദൂരം ഒറ്റ ദിവസം ഓടിക്കുന്നത് തന്നെ റോയൽ എൻഫീൽഡിൻ്റെ മിനിമം 350 ആയതുകൊണ്ട് ക്ഷീണം അധികം തോന്നിയില്ല. ഫ്ലാഗ് ഓഫ് ചെയ്ത സ്ഥലത്ത് നിന്ന് ഏകദേശം കോവളത്തേക്ക് 320 കിലോമീറ്റർ യാത്ര ചെയ്തു. രാത്രി 7 മണിയായപ്പോൾ കോവളത്തെത്തിയപ്പോൾ നേരെ റൂമെടുത്ത് വിശ്രമിച്ചു. അടുത്ത ദിവസം കന്യാകുമാരിയെ സന്ദർശിച്ച് മധുര കൂടി സന്ദർശിച്ച് യാത്ര തുടരണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കന്യാകുമാരി ഈ ഒരു മുനമ്പാണ്. നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ നമ്മൾ പഠിച്ചപ്പോൾ കേട്ടിട്ടുള്ള പോലെ കേപ്പ് ഓഫ് ഗുഡ് കോപ്പ് മുനമ്പ് പോലെ മറ്റൊരു മുനമ്പാണ് കന്യാകുമാരി. അതായത് കേപ്പ് ഓഫ് കോമറിൻ എന്ന് പറയും. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്ന ഇന്ത്യ മഹാസമുദ്രം, അതായത് ഇന്ത്യൻ ഓഷ്യൻ, അതായത് ത്രിവേണി സംഗമം എന്നെല്ലാം പറയുന്ന ഇവിടെ നിന്ന് ഇന്ത്യയുടെ മറ്റേ അറ്റം ലഡാക്കും സന്ദർശിച്ച് ചൈന ബോർഡറും പാങ്ങോങ് തടാകവും കണ്ട് തിരിച്ചുള്ള യാത്രയാണ് സ്വപ്നം കണ്ട് ഈ യാത്ര തുടങ്ങുന്നത്. ഞാൻ അങ്ങനെയാണ് ഏകദേശം ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും, അതിൽ ലേ, ലഡാക്ക്, നുബ്ര വാലി, പാങ് വില്ലേജ്, പാകിസ്ഥാൻ ബോർഡർ, പാങ്ങോങ് ലേക്ക്, ചൈനീസ് ബോർഡർ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോർ വെഹിക്കിൾ സഞ്ചാരപാതയായ കർത്തുങ്കല പാസ് വഴി ഏകദേശം 17,982 അടി ഉയരമുള്ള കർത്തുങ്കല പാസ് അവിടെയും സന്ദർശിച്ച് മറ്റേറ്റം കൽക്കട്ട മുതൽ വഡോദര വരെയും ഇന്ത്യയുടെ 20 സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനവും സന്ദർശിച്ച് കരയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനാണ് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ രാജൻ ഫ്ലൈ ഓഫ് ചെയ്തത്. എനിക്ക് ഈ യാത്രയിൽ ഒരു ക്യാപ്ഷൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ അറിയാൻ, ടു നോ ഇന്ത്യ. അതുപോലെ തന്നെ മനുഷ്യരെ സ്നേഹിക്കാം, പ്രകൃതിയെ സ്നേഹിക്കാം, ലവ് നാച്ചർ ആൻഡ് ലവ് ദ പീപ്പിൾ എന്ന സന്ദേശവുമായാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളും അവരുടെ കൃഷിരീതികളും ജീവിതവും എല്ലാം കണ്ടറിഞ്ഞ് അവരിൽ ഒരാളായി അവരുടെ കൂടെ താമസിച്ച് ടെൻ്റടിച്ചും അവരുടെ അതിഥിയായും താമസിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര എല്ലാവർക്കും ഇന്ന് മൊത്തത്തിലൊരു റോഡിലൂടെയുള്ള ഒരു യാത്ര മാത്രമാണ്, ആദ്യമായിട്ടുള്ളൊരു യാത്രയാണ്. അടുത്ത യാത്രയിൽ നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാത്രി റൈഡിങ് ഒഴിവാക്കിയാണ് യാത്ര നടത്തുന്നത്. പലരും പറഞ്ഞിരുന്നു രാത്രി യാത്ര അത്ര സേഫ്റ്റി അല്ല എന്ന്. ഞാൻ പോകുന്ന സമയത്ത് നല്ല മഴയുള്ള കാരണം പകൽ യാത്രയും ദുഷ്കരമായിരുന്നു. ചില
ഗ്രൂപ്പുകളെല്ലാം പകല് ചൂടുള്ളപ്പോൾ യാത്ര ഒഴിവാക്കി പരമാവധി റെസ്റ്റ് ചെയ്ത് രാത്രി യാത്രകൾ എടുക്കാറുണ്ട്. പക്ഷേ പലരും പറയുന്നത് വഴിനീളെ വടക്കേ ഇന്ത്യയിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ ട്രാക്ടറുകളുടെ ശല്യവും അതുപോലെ തന്നെ നാൽക്കാലികളുടെ റോഡിലുള്ള ശല്യമൊക്കെ ഉണ്ടാവും എന്നുള്ള ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാണ് ഈ യാത്ര നടത്തുന്നത്. എല്ലാവരും കാസർഗോഡ് വഴി ഗോവ, മുംബൈ, അഹമ്മദാബാദ്, രാജസ്ഥാൻ, അതുപോലെ പഞ്ചാബ്, ഡൽഹി, ചണ്ഡീഗഡ്, പത്താൻകോട്ട്, ഉധംപൂർ വഴി ശ്രീനഗർ അങ്ങനെയാണ് യാത്ര പ്ലാൻ ചെയ്യാറ്. പക്ഷേ ഞാൻ കന്യാകുമാരിയിൽ നിന്നാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു മുനമ്പിൽ നിന്ന് യാത്ര ചെയ്യണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് കന്യാകുമാരിയിൽ നിന്ന് നേരെ മധുര വഴി പോണ്ടിച്ചേരിയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ചെന്നൈ, അവിടുന്ന് അടുത്ത സ്റ്റേറ്റായ ആന്ധ്രാപ്രദേശും വിജയവാഡ വഴി അവിടെ നിന്ന് തൊട്ടടുത്താണ് തെലുങ്കാനൻ്റെ തലസ്ഥാനം അമരാവതിയും കണ്ട് ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം ഹൈദരാബാദ്, അവിടെ നിന്ന് ഛത്തീസ്ഗഡിൻ്റെ റായ്പൂരിൽ നിന്ന് നേരെ ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറും കണ്ട് ഭുവനേശ്വറിൽ നിന്ന് ഒത്തിരി സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്. ഒറീസയിൽ കൊണാർക്ക്, പുരി അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണാനുണ്ട്. അവിടെ നിന്ന് വെസ്റ്റ് ബംഗാളിൻ്റെ കൊൽക്കത്തയിൽ നിന്ന് ജാർഖണ്ഡ് തലസ്ഥാനം, അവിടെ നിന്ന് രാജ്കോട്ടിൻ്റെ തലസ്ഥാനം റാഞ്ചി വഴി ബീഹാറിൻ്റെ ക്യാപിറ്റൽ പാറ്റ്ന, അതുപോലെ തന്നെ അവിടെ ബോധ് ഗയ ഒക്കെ സഞ്ചരിച്ച് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം ലക്നൗ ഒക്കെ കണ്ട് ഉത്തർപ്രദേശിൻ്റെ ഗ്രാമീണ ജീവിത രീതിയിലൂടെയെല്ലാം സഞ്ചരിച്ച് വീണ്ടും ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ വഴി ഹിമാചൽ പ്രദേശിലെ ഷിംലയെല്ലാം കണ്ട് പഞ്ചാബ് പത്താൻകോട്ട് വഴി അവിടുന്ന് ജമ്മു വഴി ശ്രീനഗർ, ഗുൽമാർഗ്, സോണാമാർഗ്, ദ്രാസ്, കാർഗിൽ വഴി ലഡാക്ക് വഴി തിരിച്ച് പഞ്ചാബ്, ഹരിയാന, അവിടുന്ന് ഡൽഹി, ആഗ്രയിൽ നിന്ന് രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ സംസ്ഥാനങ്ങളിലെല്ലാം ഒത്തിരി കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ലൈവിൽ വരാം. ഇപ്പോൾ ഇന്നത്തെ ഇതിൽ ഇങ്ങനെ ഈ പ്രാവശ്യം ഇങ്ങനെ പോട്ടെ. അടുത്ത ദിവസങ്ങളിൽ നല്ല വീഡിയോ ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നു.